പ്രതിബോധിതാം ഭഗവതാം നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാം മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായനീം അംബ ത്വാമനുസന്തധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. എല്ലാവർക്കും നമസ്കാരം. ഭഗവാനാൽ പ്രതിപാദിതമായ ഭഗവത്ഗീതയെ അടുത്തറിയാൻ വേണ്ടിയും പഠിക്കാനും വേണ്ടി ഈ സായം സന്ധ്യയിൽ ഇവിടെ ശാന്തിപഥത്തിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ കൂപ്പുകൈ. ഈ ശാന്തിപഥത്തിൻ്റെ നായകൻ, ഈ ഒരു വേദി ഇവിടെ ഒരുക്കുന്ന, അതിന് എല്ലാവിധ സഹായങ്ങളും നൽകി വരുന്ന ശ്രീ ദിനേശ് സാറിനും നന്ദി പ്രകാശിപ്പിക്കുന്നു. ഭഗവത്ഗീതയിലെ 4-ാമത്തെ അധ്യായം ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. യജ്ഞങ്ങളെക്കുറിച്ച്, കർമ്മങ്ങളെക്കുറിച്ച് ഭഗവാൻ അർജുനനോട് പറയുന്ന ഭാഗങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ശ്ലോകങ്ങളിലായി യജ്ഞങ്ങളെയാണ് ഭഗവാൻ പറഞ്ഞത്. യജ്ഞം ചെയ്യുന്ന ആൾ, യജ്ഞം ചെയ്യുന്ന രീതി, അതിൻ്റെ വ്യത്യസ്ത ഭാവങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ മുൻ പറയപ്പെടുന്ന യജ്ഞങ്ങളെ ചെയ്തിട്ട് ഏതൊക്കെയാണ് യജ്ഞങ്ങൾ? ഭക്തിയോഗം, ജ്ഞാനയോഗം, കർമ്മയോഗം. നമ്മൾ ചെയ്യുന്ന യജ്ഞങ്ങളെ ഈ 3 തരങ്ങളിലായി വേർതിരിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ യജ്ഞങ്ങളെ ചെയ്താൽ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? 31-ാമത്തെ ശ്ലോകം, യജ്ഞശിഷ്ടാമൃതഭുജോ യാന്തി ബ്രഹ്മസനാതനം നായം ലോകസ്യ യജ്ഞസ്യ കുതോന്യഃ കുരു സത്തമാ. എന്താ പറയുന്നത്? യജ്ഞശിഷ്ടാമൃതഭുജോ യാന്തി ബ്രഹ്മസനാതനം നായം ലോകസ്യ യജ്ഞസ്യ കുതോസ്ത കുരു സത്തമാ. യജ്ഞശിഷ്ടമാകുന്ന അമൃതം ഭുജിക്കുന്നയാൾ, യജ്ഞശിഷ്ടാമൃത ഭുജ. നമ്മൾ യജ്ഞം ചെയ്താൽ നമുക്ക് അതിൻ്റെ അവശിഷ്ടമൊന്നും അല്ല, അത് പ്രസാദമായിട്ടാണ് കിട്ടുന്നത്. ആ പ്രസാദം അന്നത്തിന്റെ രൂപത്തിൽ, വിവിധ രൂപങ്ങളിൽ, അവിലിന്റെ രൂപത്തിൽ, അന്നത്തിന്റെ രൂപത്തിൽ, പായസത്തിന്റെ രൂപത്തിൽ, അങ്ങനെ ബ്രഹ്മത്തിൽ അർപ്പിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രക്രിയയുടെ ഭാഗമായി നമുക്ക് ലഭിക്കുന്ന ഭാഗം, യജ്ഞഭാഗം. അതിന് ഭുജിക്കുന്നത് എന്താണ്? അത് നമ്മൾ സാധാരണ രീതിയിലുള്ള അന്നമായിട്ടോ ഒന്നും കാണരുത്. അതിന് ചില ആത്മീയ വശമുണ്ട്, വൈകാരികമായ വശമുണ്ട്. അത് യജ്ഞശിഷ്ടാമൃത ഭുജോ സനാതനം ബ്രഹ്മ. അങ്ങനെ ഭുജിക്കുന്ന ആൾ എന്തു സംഭവിക്കും? അയാൾക്ക് സനാതനമായ, നിത്യസത്യമായ ബ്രഹ്മത്തെ യാന്തി പ്രാപിക്കുന്നു. ഹേ കുരുസത്തമ. കുരുസത്തമ എന്ന് പറയുന്നത് കുരുവംശത്തിൽ പിറന്ന അർജുന, അയജ്ഞസ്യ, ഈ യാതൊരു യജ്ഞം ചെയ്യാത്തവരുണ്ടല്ലോ. മറ്റ് ചിലർ ഏതെങ്കിലും വിധത്തിൽ ചെയ്യും. അത് നല്ലതായാലും ചീത്തയായാലും ബ്രഹ്മാർത്ഥമായി പല കർമ്മങ്ങളും ചെയ്യും. പക്ഷെ ഇതൊന്നും ചെയ്യാത്ത ആളുണ്ടല്ലോ, അങ്ങനെയുള്ളവർക്ക് അയം ലോകേ, ഈ ലോകത്തിൽ കൂടിയും ന അസ്തി, സമാധാനം കിട്ടുകയില്ല. ഈ യജ്ഞം ചെയ്യാത്തവർക്ക് ഈ ലോകത്തിൽ പോലും ശാന്തിയും സമാധാനവും കിട്ടിയില്ല. അങ്ങനെയല്ലേ മനുഷ്യ ജീവിതം കഴിയുന്ന ആളുകൾക്ക് പരലോകത്തിൽ, അന്യലോകത്തിൽ പോയാൽ സുഖം കിട്ടുന്ന പ്രതീക്ഷിക്കേണ്ടത്? ഈ ലോകത്തിൽ പോലും യജ്ഞം ചെയ്യാത്തവർക്ക് കിട്ടുന്നില്ല. കുതോന്യ, അങ്ങനെയുള്ളവർക്ക് പിന്നെ മറ്റു ലോകത്തിൽ എങ്ങനെ കിട്ടാനാ? അതാണ് പറയുന്നത്. യജ്ഞശിഷ്ടാമൃത ഭുജാഹ സനാതനം ബ്രഹ്മായാന്തി. ശിഷ്ടം കഴിക്കുന്ന ആൾ സനാതനമായ, പ്രസാദം കഴിക്കുന്ന സനാതനമായ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. ഹേ കുരു സത്തമഹ അയജ്ഞസ്യ അയം ലോകനാസ്തി. ഈ യജ്ഞം ചെയ്യാത്തവന് ഒരിക്കലും ഈ ലോകത്തിൽ പോലും സമാധാനവും ശാന്തിയും ലഭിക്കുന്നില്ല. അന്യകുത, അങ്ങനെയുള്ള അവസ്ഥയിൽ വേറെ പരലോകത്തിലോ അല്ലെ മറ്റു ലോകത്തിലോ എന്ത് കിട്ടാനാണ്? ഈ ലോകത്തിൽ പോലും കിട്ടുന്നില്ല. യജ്ഞഫലത്തെ ഭുജിക്കുന്നവൻ നിത്യമായ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. ഈ യജ്ഞഫലത്തെ ഭുജിക്കുന്ന ആൾ കണ്ടല്ലോ, പ്രസാദം ചിലവരൊക്കെ നിഷേധിക്കും. എന്താ അവിടെ പിന്നെ അവിലല്ലേ മറ്റേ
പക്ഷെ അങ്ങനെ ഭുജിക്കുന്നവൻ സനാതനമായ സത്യത്തെ പ്രാപിക്കുന്നു. കുരുശ്രേഷ്ഠ, യജ്ഞം ചെയ്യാത്തവന് ഈ ലോകത്തിന്റെ പരമസുഖവും കിട്ടുന്നില്ല, എന്നിട്ടല്ലേ മറ്റു ലോകങ്ങളിൽ പോയാൽ എന്ന് പറയുന്നു. അപ്പൊ എന്താണ് ഇതിന്റെ അർത്ഥം? നമ്മുടെ യജ്ഞം എന്താണ്? യജ്ഞശിഷ്ടം എന്താണ്? അത് കേവലം, ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, അത് കേവലം പദാർത്ഥങ്ങളായി മാത്രം കാണരുത്. നമ്മൾ പദാർത്ഥം അർപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ പ്രാർത്ഥന അതിൻ്റെ കൂടെയുണ്ട്, നമ്മുടെ ആത്മീയതയുടെ ഒരു പരിവേഷം അതിനകത്തുണ്ട്. അപ്പൊ പൂർണ്ണമായും ഭഗവാൻ സമർപ്പിച്ചതല്ലേ ഈ സാധനം, ഈ പ്രസാദമായി കിട്ടുന്നത്, അന്നങ്ങൾ, പദാർത്ഥങ്ങൾ. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ മനസ്സിന്റെ പ്രാർത്ഥനകൾ കൂടി അത് ഉൾക്കൊള്ളും. അതുകൊണ്ടാണ് അത് അനശ്വരവും പരവുമായ ജ്ഞാനത്തിന്റെ ഭാഗമാണ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തുണ്ടാകും? മനസ്സിൽ ഭഗവാന്റെ ചിന്തയുണ്ടാവും. ഭഗവാന്റെ ചിന്ത എന്ന് പറയുന്ന എന്താണ്? ആത്മീയ ചിന്ത. ആത്മീയ ചിന്ത എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രഹ്മം. അതിനെ ചിന്തിച്ച് അത്രമാത്രം ഉൾക്കൊണ്ടുകൊണ്ട് ചിന്തിക്കുമ്പോൾ ബ്രഹ്മജ്ഞാനമായി മാറുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ അവശിഷ്ടം ബ്രഹ്മമാണ് എന്ന് പറയുന്നത്. ആത്മീയമായ യജ്ഞങ്ങൾ നടത്തി ഇച്ഛാപൂർത്തി വരുന്നവർ, യജ്ഞങ്ങൾ പലവിധം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ജ്ഞാനയജ്ഞം, ആത്മീയമായ യജ്ഞം നടത്തി ഇച്ഛാപൂർത്തി, അവരുടെ ഇഷ്ടങ്ങൾ പൂർത്തീകരിച്ച ആളുകൾ, ഇച്ഛാപൂർത്തി നടത്തിയവര്, അതിന്റെ ശേഷിപ്പായി ലഭിക്കുന്ന ജ്ഞാനമായ അമൃത് അത്യന്തം സംതൃപ്തിയോടെ കഴിക്കുകയും അമരത്വം നേടി പരമബ്രഹ്മത്തിൽ ലയിക്കുകയും ചെയ്യുന്നു. അപ്പൊ നമ്മൾ യജ്ഞം ചെയ്താൽ, ജ്ഞാനയജ്ഞം ചെയ്താൽ എന്തായിരിക്കും അതിൻ്റെ പ്രതിഫലമായി കിട്ടുന്നത്? അതോ പ്രസാദമായി ലഭിക്കുന്നത്? ജ്ഞാനം തന്നെയാണ്. ആ പരമമായ ജ്ഞാനം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, പദാർത്ഥമാണെങ്കിൽ പോലും അതിൽ പരമമായ ജ്ഞാനം കൂടി ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ പരമമായ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. അതുകൊണ്ട് ഈ യജ്ഞം എന്നത് നിസ്സാരമായി കാണരുത്. അതിന് ആത്മീയതയുടെ പരിവേഷമുണ്ട്. പരിവേഷമല്ല, ആത്മീയതയുടെ ശക്തിയുണ്ട്, പരിശുദ്ധിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നായം ലോകോ സത്യകുതോന കുരുസത്തമ, ലാസ്റ്റിലേത്തെ വരി. ഈ ലോകത്തിൽ മറ്റുള്ളവരെ നയമില്ലാത്ത ആളുകൾ, സ്വന്തമായ കാര്യങ്ങൾ ചെയ്യുന്ന, അന്യരെ സഹായിക്കാനോ ഒന്നും ചെയ്യാത്ത നയമില്ലാത്ത ആളുകൾ, മറ്റുള്ളവരെ സഹായിക്കുകയോ സേവിക്കുകയോ ചെയ്യാത്ത ആളുകളിൽ സമൂഹം എന്ത് കാണും? സമൂഹത്തെ വെറുക്കുക. ആ ആളുകളോട് സമൂഹം ഒരകർച്ച കാണിക്കും, അവരെ ആരും ഉൾക്കൊള്ളുന്നില്ല. അങ്ങനെ ഉള്ള പരസ്പര സേവനമില്ലാതെ നമുക്ക് ഈ അസ്തിത്വ തലത്തിൽ ജീവിക്കാൻ കഴിയില്ല. അങ്ങനെ ചെയ്യാത്ത ആളുകൾക്ക്, നമ്മൾ കർമ്മമൊന്നും ചെയ്യാത്ത ആളെയാണ് ഈ തരത്തിൽ പറഞ്ഞത്, യജ്ഞം ചെയ്യാത്ത ആള് എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യാത്ത ആളുകൾ ഈ സമൂഹത്തിൽ അംഗീകരിക്കുന്നില്ല, ഈ ലോകത്തിൽ അംഗീകരിക്കുന്നില്ല. അങ്ങനെ ഈ സമൂഹത്തിലും അയാൾ ജീവിക്കുന്ന കാലഘട്ടത്തിലും അയാൾ അതിജീവിക്കുന്ന സമൂഹത്തിലും അംഗീകാരം ലഭിക്കാത്ത ഒരാൾ പിന്നെ അങ്ങ് പോയിട്ട് എന്താ കാര്യം? അങ്ങ് പരലോകത്തിൽ, മറയാത്ത ലോകത്തിലേക്ക് അയാൾ പോയാൽ അവിടെയും ശാന്തിയും കിട്ടില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. സഹജീവികളോട് കരുണ കാണിക്കുന്നില്ലെങ്കിൽ വിലയേറിയ വസ്തുക്കൾ ഉപയോഗിച്ച്, അത് പറയുന്നത്, ഈ കാര്യം പറയുന്നത് കപില മഹർഷിയാണ്. കപില മഹർഷി എന്ന് പറയുന്നത് ഭഗവാന്റെ തന്നെ മറ്റൊരു അംശാവതാരമാണ്. ഭാഗവതത്തിൽ കപിലോപദേശം എന്ന് പറഞ്ഞ ഒരു വിശാലമായ ഭാഗമുണ്ട്. ആ കപിലോപദേശത്തിൽ പറയുന്നത്, കപിലൻ തന്നെ പറയുന്നത്, എന്നെ വളരെ വിലയേറിയ പൂജാ സാധനങ്ങൾ കൊണ്ടൊക്കെ അർപ്പിച്ചിട്ട് എന്നെ അർപ്പിച്ചാലും നിങ്ങളുടെ മറ്റുള്ളവരോട് കരുണ കാണിക്കാതെ, നമ്മൾ സഹായിക്കേണ്ട ആളുകളെ നമ്മൾ സഹായിക്കാതെ, തന്നാൽ കരയേറേണ്ടവർ എത്രയോ പേർ താഴത്ത് പാഴ്ചേറിൽ അമർന്നിരിക്കെ അവരെ ഒന്നും സഹായിക്കാതെ എനിക്ക് വിലയേറിയ അർഘ്യങ്ങളും വിലയേറിയ പദാർത്ഥങ്ങളും നൽകി പൂജിച്ചാൽ അതെന്നെ അവമാനിക്കുന്നതിന് തുല്യമാണ് എന്ന് ഭഗവാൻ തന്നെ കപിലന്റെ ഭാഗത്തിൽ, കപില മഹർഷിയുടെ രൂപത്തിൽ ഭഗവാൻ തന്നെ ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഈ ശ്ലോകത്തിൽ 3 ചോദ്യങ്ങൾക്കാണ് നമ്മൾ ഉത്തരം കാണേണ്ടത്. എന്തൊക്കെയാണ്? ബ്രഹ്മത്തിന്റെ സ്വഭാവം എന്താണ്? നമ്മൾ കർമ്മം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ് ബ്രഹ്മജ്ഞാനികളായി മാറും. അങ്ങനെയുള്ള ബ്രഹ്മത്തിന്റെ സ്വഭാവം എന്താണ്? ബ്രഹ്മത്തിന്റെ സ്വഭാവം ശാശ്വതവും അനശ്വരവുമാണ്, നാശമില്ലാത്തതാണ്. ബ്രഹ്മത്തെ ആർക്കാണ് ലഭിക്കുക? യജ്ഞം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ബ്രഹ്മം ലഭിക്കും, അല്ലെങ്കിൽ അതിൻ്റെ യജ്ഞപൂർത്തി വന്നാൽ നമുക്ക് ലഭിക്കും ബ്രഹ്മം. അതാർക്കാണ് ലഭിക്കുക? ആ ബ്രഹ്മത്തിന്റെ യജ്ഞാവശിഷ്ടം കഴിച്ചവർക്ക്
ബ്രഹ്മം ലഭ്യമാകും. വളരെ നിസ്സാരമായ കാര്യമല്ല അത്. നമ്മുടെ ഈ എന്താണ് നമ്മള് പ്രസാദം കഴിക്കുന്നത്, അത് അതിന്റെ മെറ്റീരിയൽ വശം മാറ്റി നിർത്തി അതിന്റെ ആധ്യാത്മിക വശം നമ്മൾ മനസ്സിലാക്കുക. പിന്നെ യാഗം ചെയ്യാത്തവന്റെ വിധി എന്താണ്? യാഗം ചെയ്യാത്തവന്റെ വിധി ഇഹലോകത്തിലും അത് പിന്നെ അംഗീകാരം ഉണ്ടാവില്ല, പരലോകത്തിലും സുഖം ലഭിക്കില്ല. അതാണ് യാഗം ചെയ്യാത്ത ആളുകളുടെ സ്ഥിതി. 32ാമത്തെ ശ്ലോകം. ഏവം ബഹുവിധായജ്ഞാഃ വിദധാ ബ്രഹ്മണോ മുഖേ കർമ്മജാൻ വിധിതാൻ സർവാൻ ഏവം ജ്ഞാത്വാ വിമോച്യതേ. ഏവം ബഹുവിധായജ്ഞാ വിദധാ ബ്രഹ്മണോ മുഖേ കർമ്മജാൻ വിധിതാൻ സർവാൻ ഏവം ജ്ഞാത്വാ വിമോച്യതേ. ഏവം ഇപ്രകാരം ബഹുവിധാഹ അനേകവിധമായ യജ്ഞാഹ യജ്ഞങ്ങൾ ബ്രഹ്മണമുഖേ വേദത്തിന്റെ മുഖത്തിൽ വിദത വിവരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് യജ്ഞങ്ങളെ കുറിച്ച് ബ്രഹ്മത്തിന്റെ മുഖത്തിൽ വിവരിച്ച് പറഞ്ഞിട്ടുണ്ട്. സർവാൻ താൻ അവയെ എല്ലാം കർമ്മജാൻ കർമ്മം കൊണ്ട് ചെയ്യുന്ന ദേഹം, വാക്ക്, മനസ്സ് ഇവയുടെ പ്രവൃത്തികളായ കർമ്മത്തിൽ നിന്ന് ഉണ്ടായതാണ് എന്ന് വിധി അറിഞ്ഞാലും ഏവം ഇപ്രകാരം ജ്ഞാത്വ അറിഞ്ഞാൽ വിമോക്ഷസേ മോചിക്കപ്പെടുന്നു, മോക്ഷം ലഭിക്കുന്നു. എങ്ങനെയാണ്? ഏവം ബഹുവിധായജ്ഞാഃ അന്വയം. ഏവം ബഹുവിധായജ്ഞാഃ മുഖേ വിദത സർവാൻ താൻ കർമ്മജാൻ വിധി ഏവം ജ്ഞാത്വ അത് മനസ്സിലാക്കിക്കൊണ്ട് ത്വം നീ വിമോക്ഷസേ നീ വിമോചിക്കപ്പെടും. ഇങ്ങനെ ജ്ഞാനത്തെ യഥാർത്ഥമായി അറിഞ്ഞു കഴിഞ്ഞാൽ. അർത്ഥം ഇപ്രകാരം യജ്ഞങ്ങളെ കുറിച്ച് വേദത്തിൽ വിവരിച്ച് പറഞ്ഞിട്ടുണ്ട്. വേദം തന്നെ ഈ യജ്ഞങ്ങളെക്കുറിച്ചും യാഗങ്ങളെക്കുറിച്ചും പറയുന്ന വിഭാഗമാണല്ലോ. അങ്ങനെ യജ്ഞങ്ങളെക്കുറിച്ച് വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവയെല്ലാം ദേഹം, വാക്ക്, മനസ്സ് ഇവയുടെ പ്രവൃത്തിയായ കർമ്മത്തിൽ നിന്ന് ഉണ്ടായതാണ്. യാഗമുണ്ടാകുന്നത് വാക്ക്, മനസ്സ്, ദേഹം ഇതുകൊണ്ടാണ് കർമ്മങ്ങൾ ഉണ്ടാകുന്നത്. ഇതിന്റെ യാഥാർത്ഥ്യം അറിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്രകാരം അറിഞ്ഞു കഴിഞ്ഞാൽ നീ മോചിതനായിത്തീരും, മുക്തനായിത്തീരും എന്നാണ് പറയുന്നത് അർജുനനോട്. വ്യാഖ്യാനം. ശ്ലോകത്തിലും മുൻ ശ്ലോകത്തിലും പറയപ്പെട്ടിട്ടുള്ള യജ്ഞങ്ങളെ കുറിച്ച് വേദത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. വാചീഹി പ്രാണാം ജഹൂമാഹ ഞങ്ങൾ പ്രാണനെ വാക്കിൽ ഹോമിക്കുന്നു. വിവിധതരം ഹോമങ്ങളെ കുറിച്ച് നമ്മൾ നേരത്തെയുള്ള ശ്ലോകങ്ങളിൽ പറഞ്ഞല്ലോ. അപ്പം വാചീഹി പ്രാണാം ജഹൂമ ഞങ്ങൾ പ്രാണനെ വാക്കിൽ ഹോമിക്കുന്നു. ഈ യജ്ഞം മനോവാക്കായ കർമ്മങ്ങളിൽ നിന്ന് ഉണ്ടായതാണ് എന്ന് അർത്ഥം. ഏത് യജ്ഞമായാലും അതിൻ്റെ പ്രാർത്ഥന ആത്മാവിൽ നിന്ന് വരണം. നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ആത്മാവിൽ നിന്നാണ്. അപ്പം ഏത് യജ്ഞമായാലും നമ്മളെ ഉള്ളിൽ നിന്ന് അന്തര്യാമിയായി ഉള്ളിൻ്റെ മനസ്സിന് അകത്തുനിന്ന് വരേണ്ടതാണ്. ആത്മാവിന്റെ അന്തർരംഗത്തിൽ നിന്നും വരുന്ന ചിന്താശകലങ്ങളുടെ പരിണിത രൂപമാണ് വാക്ക്. അതുകൊണ്ടാണ് ജ്ഞാനയജ്ഞത്തിൽ വാക്കിന്റെ പ്രാധാന്യം പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്. 33ാമത്തെ ശ്ലോകം. ശ്രേയാൻ ദ്രവ്യമയാദ്യാജ്ഞാത് ജ്ഞാനയജ്ഞാപരന്തപാഃ സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യതേ. ശ്രേയാൻ ദ്രവ്യമദ്യാജ്ഞാത് ജ്ഞാനയജ്ഞാപരന്തപാഃ സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യതേ. ഹേ പരന്തപഃ അർജുന, ദ്രവ്യമയാത് ദ്രവ്യങ്ങളെ കൊണ്ട് ചെയ്യപ്പെടുന്ന യജ്ഞാത് യജ്ഞത്തെക്കാൾ ജ്ഞാനയജ്ഞ ജ്ഞാനമാകുന്ന യജ്ഞം ശ്രേയാൻ ശ്രേഷ്ഠമാകുന്നു. ഹേ പാർത്ഥ അല്ലയോ പാർത്ഥ, സർവം കർമ്മ എല്ലാ കർമ്മങ്ങളും ഈശ്വരാർപ്പിതമായി ചെയ്യുന്ന അഖിലം മുഴുവനായും ജ്ഞാനേ ബ്രഹ്മജ്ഞാനത്തിൽ പരിസമാപ്യതേ അവസാനിക്കുന്നു. എല്ലാ കർമ്മങ്ങളും ബ്രഹ്മജ്ഞാനത്തിലാണ് അവസാനിക്കുന്നത്. അന്വയം. ഹേ പരന്തപാഃ ദ്രവ്യമയാത് യജ്ഞാത് ജ്ഞാനയജ്ഞ ശ്രേയാസ്. ഹേ പാർത്ഥ, വീണ്ടും പറയുന്നു, സർവം കർമ്മം അഖിലം ജ്ഞാനേതേ പരിസമാപ്യതേ. അർജുന, ദ്രവ്യങ്ങളെ കൊണ്ട് ചെയ്യപ്പെടുന്ന യജ്ഞത്തെക്കാൾ ജ്ഞാനയജ്ഞമാണ് ശ്രേഷ്ഠമായിട്ടുള്ളത്. നേരത്തെ കുറെ യജ്ഞത്തെക്കുറിച്ച് പറഞ്ഞല്ലോ കഴിഞ്ഞ 2-3 ശ്ലോകങ്ങളിലായിട്ട്. ഇതിൽ പറയുന്നത് എല്ലാ യജ്ഞത്തിനേക്കാളും ജ്ഞാനയജ്ഞമാണ്
വിശേഷിച്ചത്. എല്ലാ കർമ്മങ്ങളും അവസാനിക്കുന്നത്, അത് ഏത് യജ്ഞമായാലും ബ്രഹ്മത്തിലാണ് പര്യവസാനിക്കുന്നത്. എന്നാൽ ഈ വിശിഷ്ടമായ ജ്ഞാനത്തെ എങ്ങനെയാണ് പ്രാപിക്കുന്നത്? ഈ ജ്ഞാനയജ്ഞം എന്ന വിശിഷ്ടമായ യജ്ഞത്തെ എങ്ങനെയാണ് നമുക്ക് പ്രാപിക്കാൻ കഴിയുക? ശ്രദ്ധിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുന്നതും നമ്മൾ സ്വതമേ ചെയ്യുന്ന പ്രാർത്ഥനയും യജ്ഞമായി വരും. നിരന്തരമായ ആ പ്രാർത്ഥന യജ്ഞമായിട്ട് വരും. അപ്പൊ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ട കാര്യം ആണ് പറയുന്നത്. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷന്തി തേ ജ്ഞാനം ജ്ഞാനിനാ തത്വദർശിനാ. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷന്തി തേ ജ്ഞാനം ജ്ഞാനിനാ തത്വദർശിനാ. തത്, ആ ജ്ഞാനത്തെ, നേരത്തെ പറഞ്ഞ ജ്ഞാനത്തെ, ജ്ഞാനം എങ്ങനെയാണ് കിട്ടുക എന്നാണ് പറയുന്നത്. ആ ജ്ഞാനത്തെ പ്രണിപാതേന, സാഷ്ടാംഗ നമസ്കാരം ചെയ്തു. എന്താണ് സാഷ്ടാംഗ നമസ്കാരം? നമ്മൾ അമ്പലത്തിലൊക്കെ പോയാൽ ദണ്ഡ നമസ്കാരം ചെയ്യില്ലേ? അതാണ് സാഷ്ടാംഗ നമസ്കാരം. പരിപ്രശ്നേന, താഴ്മയോടെ ചോദിച്ചറിഞ്ഞും, സേവയാ, ഗുരു ശുശ്രൂഷ കൊണ്ടും, വിധി, ഗുരുവിനെ പ്രാപിച്ചാലും, തത്വദർശിനാ, തത്വത്തെ അറിഞ്ഞിരിക്കുന്ന ജ്ഞാനിന, ബ്രഹ്മജ്ഞാനികൾ, ജ്ഞാനത്തെ തേ, നിനക്ക്, ഉപദേശിച്ചു തരും. ഭഗവാൻ അർജുനനോടാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? അന്വയം നോക്കാം, എന്നിട്ട് അർത്ഥം പറയാം. തത് പ്രണിപാതേന പരിപ്രശ്നേന സേവയാ വിദ്ധി തത്വദർശിന ജ്ഞാനിന ജ്ഞാനം തേ ഉപദേക്ഷ്യസി. നീ ജ്ഞാനത്തെ സാഷ്ടാംഗ നമസ്കാരം കൊണ്ടും ഗുരു ശുശ്രൂഷ കൊണ്ടും വിനീതനായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടും നീ ആത്മതത്വത്തെ അറിയാൻ ശ്രമിക്കണം. അപ്പം ഒരു ശിഷ്യന്റെ പ്രത്യേകതയാണ് പറയുന്നത്. എന്താണ്? ഒരു ഗുരുവിങ്കിൽ പോയാൽ എന്ത് ചെയ്യണം? സാഷ്ടാംഗ നമസ്കാരം. നമ്മുടെ ശ്രീകോവിലിന്റെ മുന്നിൽ പോയി സാഷ്ടാംഗം നമസ്കരിക്കുമ്പോൾ എന്താണെന്ന് വെക്കുന്നത്? പാദം തൊട്ട് കൈവരെ എൻ്റെ എല്ലാ ശരീരവും അങ്ങയിലേക്ക് സമർപ്പിക്കുന്നു എന്ന രീതിയിലാണ് സാഷ്ടാംഗ നമസ്കാരം. ഗുരുവിന്റെ അടുക്ക പോയാലും ഗുരുവിന്റെ അടുത്ത് പോയാലും സാഷ്ടാംഗ നമസ്കാരം, ഞാനിതാ അങ്ങയെ ശരണം പ്രാപിക്കുന്നു എന്ന രീതിയിലായിരിക്കണം ഗുരുവിനെ സമീപിക്കേണ്ടത്. മാത്രമല്ല, പിന്നെ നമുക്കറിയാനുള്ള ചോദ്യങ്ങൾ താഴ്മയോട് ചോദിക്കണം. നമ്മൾ വലിയ കാര്യത്തിൽ എന്താ എന്ന് പറയുന്നതിനേക്കാളും ഗുരുവിനോട് വളരെ വിനീതനായി താഴ്മയോടുകൂടി, ആ ഗുരുശിഷ്യ ബന്ധത്തിന്റെ തീവ്രതയാണ് ഭഗവാൻ പറയുന്നത്. അങ്ങനെ വളരെ താഴ്മയായി ചോദ്യം ചോദിക്കണം, അറിയാനുള്ള ചോദ്യങ്ങൾ ചോദിക്കണം. അതേപോലെ തന്നെ ഗുരുവിനെ ശുശ്രൂഷ ചെയ്യണം. ഇത് ഗുരുകുലത്തിൽ മാത്രമല്ല, നമ്മൾ ഈ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഗുരുവിനെ ബന്ധപ്പെടുമ്പോഴും ഗുരുവിന്റെ കീഴിൽ വിദ്യ അഭ്യസിക്കുമ്പോഴും നമ്മുടെ മാനസികമായ ഭാവം അതായിരിക്കണം. സമർപ്പണ ഭാവം, ശുശ്രൂഷ ഭാവം, അതുപോലെ തന്നെ വിനീത ഭാവം. ഈ 3 ഭാവങ്ങളും എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇനി മറ്റൊരു ചോദ്യം, ഇത് ആരോടാ പറയുന്നത്? ആരോടാ പറയുന്നത്? ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോടാണ് പറയുന്നത്. അർജുനനോട് എന്താ പറയുന്നത്? ഇങ്ങനെയുള്ള ജ്ഞാനിയായ ഒരു ഗുരുവിന്റെ അടുക്കൽ നീ പോയിട്ട് എന്ത് ചെയ്യണം? സാഷ്ടാംഗ നമസ്കാരം ചെയ്യണം ഗുരുവിനെ. അതേപോലെ ഗുരുവിനെ ശുശ്രൂഷിക്കണം. വിനീതമായി എളിമയോടുകൂടി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നീ ജ്ഞാനം സ്വീകരിക്കണം. ഇത് അർജുനനോടാണ് മാത്രമാണോ പറയുന്നത്? ഇവിടെ അർജുനന്റെ ഗുരുവാരാ? വിശ്വഗുരുവായ ഭഗവാനല്ലേ ഗുരു. അപ്പൊ വേറൊരു ഗുരു അർജുനന് ആവശ്യമുണ്ടോ? പിന്നെ ഇത് ആരോട് പറയുന്ന? ഇത് സംശയിക്കേണ്ട നമ്മളിലുള്ള അർജുനന്മാരോടാണ് പറയുന്നത്. ഈ ഭൂമിയിലുള്ള ജ്ഞാനാന്വേഷികളായ എല്ലാ ആളുകളോടുകൂടിയാണ് ഭഗവാൻ ഇത് പറയുന്നത്. അത് ഗുരുവിനെ കണ്ടെത്താനും വിനീതമായി ജീവിക്കാൻ, വിനീതമായി ശുശ്രൂഷിക്കാനും ഒക്കെ പറയുന്നത്. താഴ്മയോടുകൂടി അറിവ് നേടുവാനും പറയുന്നത് അർജുനനോട് മാത്രമല്ല, നമ്മളിലുള്ള ജിജ്ഞാസുവായ എല്ലാ പഠിതാവോടുകൂടിയാണ് എന്ന് മനസ്സിലാക്കണം. 35-ാമത്തെ ശ്ലോകം. യജ്ഞാത്വാന പുനർമോഹം ഏവം യാസ്യതി പാണ്ഡവാഃ യേന ഭൂതാനശേഷ്യേണ ദ്രക്ഷസ്യാത്മനി ആത്മനഥോ മയി. ഹേ പാണ്ഡവ, യത് ജ്ഞാത്വാ,
ഈ ജ്ഞാനത്തെ പ്രാപിച്ചാൽ, നേരത്തെ പറഞ്ഞല്ലോ ഗുരുവിന്റെ പ്രണീതപാതനായി പറഞ്ഞ് ഗുരുവിന്റെ അടുക്കൽ നിന്ന്, ഉത്തമനായ ഒരു ഗുരുവിന്റെ അടുക്കൽ നിന്ന് ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ, യത് ജ്ഞാത, ഈ ജ്ഞാനത്തെ പ്രാപിച്ചാൽ, പുനഃ ഇനിയും ഏവം മോഹം, ഇപ്രകാരമുള്ള മോഹത്തെ ന യാസ്യസി, നീ പ്രാപിക്കുകയില്ല. ഏന, ഈ ജ്ഞാനം കൊണ്ട്, ഭൂതാനി അശേഷേണ, സകല ഭൂതങ്ങളെയും, ആത്മനി ആത്മാവിങ്കലും, അഥോ അനന്തരം ആത്മാനം ആത്മാവിനെ, മയി പരമാത്മാവായ എന്നിലും, ദൃശ്യസി നീ കാണും. നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം അന്യം പറയാം. ഹേ പാണ്ഡവ, യത് ജ്ഞാത്വാ പുനഃ ഏവം മോഹം ന യാസ്യസി, യേന ഭൂതാനി അശേഷേണ ആത്മനി അഥോ ആത്മാനം മയി ച ദൃശ്യസി. പാണ്ഡവ, ഈ ജ്ഞാനത്തെ ലഭിച്ചു കഴിഞ്ഞാൽ ഇനിയും ഇപ്രകാരമുള്ള മോഹത്തെ നീ പ്രാപിക്കുകയില്ല. ഇപ്പൊ മോഹിതനായിട്ടാണല്ലോ വീണിട്ടുള്ളത്. ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ മോഹിതനായി വീണിരിക്കുന്ന അതാണ് അർജുനൻ. ആ ഒരു മാനസിക ഭാവമുള്ള ആളുകളുടെ പ്രതിനിധിയാണ് അർജുനൻ. അതുകൊണ്ട് ഈ പരമമായ ജ്ഞാനത്തെ ഗുരുവിൽ നിന്നും നീ നേടിക്കഴിഞ്ഞാൽ നിനക്ക് ഒരിക്കലും ഈ തരത്തിലുള്ള മോഹത്തെ നിനക്ക് പ്രാപിക്കാൻ കഴിയില്ല. ഈ ജ്ഞാനം കൊണ്ട് സകല ഭൂതങ്ങളും ആത്മാവിങ്കലും, അനന്തരം ആത്മാവിനെ പരമമായ എന്നിലും നീ കാണും. അങ്ങനെ പരമമായ ജ്ഞാനം ലഭിച്ചാല് വിഷ്ണുവായി കാണും. എന്താണ് വിഷ്ണു? വിഷ്ണു ലോകങ്ങളിൽ മുഴുവനും, ഈ പ്രപഞ്ചത്തിൽ മുഴുവനും വ്യാപരിച്ച് കിടക്കുന്ന, വ്യാപരിച്ചിട്ടുള്ള ശക്തിവിശേഷമാണ് വിഷ്ണു. വിഷ്ണു എന്ന മൂർത്തമായ രൂപത്തിലല്ല കാണേണ്ടത്. അപ്പൊ യഥാർത്ഥ ബ്രഹ്മജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ബ്രഹ്മമയമാണ്, ഇതെല്ലാം ഈശ്വരമയമാണ്, ഇതെല്ലാം പരബ്രഹ്മത്തിന്റെ മറ്റ് പ്രത്യേകതകളാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ സർവചരാചരങ്ങളിലും നീ മയി എന്നെ കാണും. ഇപ്പൊ എന്നെ നേരിട്ട് കാണുന്നുണ്ടല്ലോ, അതുപോലെയല്ല. ഈ ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ ഞാൻ നിന്റെ മുന്നിൽ നിൽക്കുന്ന ഗുരുവായ ശ്രീകൃഷ്ണനല്ല, മറിച്ച് ഞാൻ ഈ സർവചരാചരങ്ങളിലും നിറഞ്ഞിരിക്കുന്ന ബ്രഹ്മമാണ് എന്ന് നിനക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ജ്ഞാനം ലഭിച്ചാൽ നീ സകല പ്രപഞ്ചഘടങ്ങളിലും നിന്നെ തന്നെ കാണുകയും ചെയ്യും. പരമാത്മാവും ജീവാത്മാവും ഒന്നാണ് എന്ന ഏകമായ സത്യം നീ മനസ്സിലാക്കുകയും എല്ലാത്തിലും നിന്നെ കാണുകയും എല്ലാത്തിലും എന്നെ കാണുകയും കാണും. അതാണ് പരമമായ ബ്രഹ്മസത്യം. ഈ മഹത്തായ ഗുരുവിന്റെ കാരുണ്യം ലഭിക്കുമ്പോൾ നിന്നിൽ ജ്ഞാനോദയം ഉണ്ടാകും. അതിന്റെ കിരണങ്ങളോടെ മായാമോഹത്തിന്റെ അന്ധകാരം, നീ ഇപ്പം മായാമോഹത്തിലാണുള്ളത്, നീ ഇപ്പം കൺഫ്യൂഷനിലാണുള്ളത്. അങ്ങനെ പരമമായ ഒരു ഗുരുവിന്റെ സാമീപ്യം ലഭിച്ചാൽ, പരമമായ ഒരു ഗുരുവിന്റെ ദർശനം ലഭിച്ചാൽ, പരമമായ ഗുരുവിന്റെ ശിഷ്യത്വം ലഭിച്ചാൽ നിനക്ക് ബ്രഹ്മജ്ഞാനിയായി ഇതൊക്കെ ബ്രഹ്മമയമാണ് എന്ന തലത്തിൽ നിനക്ക് എത്തിച്ചേരാൻ കഴിയും. ഒരിക്കൽ ഈ പ്രബുദ്ധത നേടിയ ഒരാളിനെ സമയത്തോളം വീണ്ടും മായ ആക്രമിക്കില്ല. കാരണം അയാൾ മായയൊക്കെ അതിജീവിച്ച ആളാണ്. വീണ്ടും ഒരു തകർച്ച, മാനസിക തകർച്ച, ബോധ തകർച്ച ഉണ്ടാവില്ല. അയാള് മായയിൽ നിന്നൊക്കെ അതിജീവിച്ച് പരമമായ സത്യം ഗ്രഹിച്ച ആളാണ്. മായ നീങ്ങിയാൽ ബ്രഹ്മമാണ് ശാശ്വതമായ സത്യം എന്ന തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടാകുന്നു. ശ്ലോകത്തിലെ ആത്മനി എന്നത്, ശ്ലോകം ശ്രദ്ധിക്കുന്നവർക്ക് പറയാം, ആത്മനി എന്നത് ആത്മാവിനെയാണ് സൂചിപ്പിക്കുന്നത് എങ്കിൽ ഭഗവാൻ പറയുന്നു, നീ എല്ലാ ജീവജാലങ്ങളെയും ആത്മീയമായി കാണും. ഭഗവാൻ ഒന്നുകൂടി കൂടിച്ചേർത്തു, ആത്മനി അധോമയി, ആത്മാവിനെ അനന്തരം പിന്നീട് നീ എല്ലാറ്റിലും എന്നെയും കാണും, എല്ലാ ജീവജാലങ്ങളിലും എന്നെ ദർശിക്കാൻ കഴിയും എന്നർത്ഥം. ഇതില് ഭാഗവതത്തിലൊരു കഥയുണ്ട്. ഭാഗവതം ഭഗവാന്റെ കഥ തന്നെയാണല്ലോ. വ്യാസനെ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. വ്യാസന്റെ മകനായിരുന്നു ശുകമഹർഷി. വ്യാസന് ശേഷം വേദങ്ങളൊക്കെ മറ്റു ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുന്ന ആചാര്യസ്ഥാനീയനായി പ്രവർത്തിച്ച ആളായിരുന്നു ശുകൻ. ശുകമഹർഷി കുറെ ആത്മജ്ഞാനം നേടിയതിനു ശേഷം ഒരു ദിവസം പ്രത്യക്ഷനായി. അപ്പം വ്യാസൻ മുനിയാണെങ്കിൽ പോലും, മഹർഷിയാണെങ്കിൽ പോലും മകനോട് വളരെയധികം പ്രിയപ്പെട്ടതായിരുന്നു. അപ്പം മകൻ മകനെ കാണാതായപ്പോ പുത്ര എന്ന് പറഞ്ഞുകൊണ്ട് കാട്ടിലൊക്കെ അലഞ്ഞ് വ്യാസമഹർഷി ഇങ്ങനെ പോവുകയാണ്.
അപ്പം പുത്ര എന്ന് പറയുമ്പോൾ അതിന് ആൻസർ ചെയ്തത് ആ കാട്ടിലെ മരങ്ങളും വൃക്ഷങ്ങളും ഒക്കെയാണ്. എന്ന് പറഞ്ഞാൽ ബ്രഹ്മസത്യം പ്രാപിച്ച ശുഗമഹർഷി സർവ്വ ജീവജാലങ്ങളിലെ ലയിച്ചു കഴിഞ്ഞു. ആ ബ്രഹ്മസത്യം മനസ്സിലാക്കിക്കൊണ്ടാണ് പുത്ര എന്ന് വിളിക്കുമ്പോൾ പുത്രൻ ഇതിലൊക്കെ ഉണ്ട് എന്ന രീതിയിൽ ഈ വൃക്ഷലതാദികൾ ആൻസർ ചെയ്തു എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് പറയുന്നത് സർവചരാചരങ്ങളിലും ബ്രഹ്മം ഉൾക്കൊള്ളുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഭാഗവത ഭാഗം പറയുന്നത്. അടുത്ത ശ്ലോകം കാണാം. 36-ാമത്തെ ശ്ലോകം. അപിചേദസി പാപേഭ്യ സർവേഭ്യ പാപകൃത്തമഃ സർവം ജ്ഞാനപ്ലവേനൈവ വൃജിനം സന്തരിഷ്യസി. അപിചേദസി പാപേഭ്യ സർവേഭ്യ പാപകൃത്തമഃ സർവം ജ്ഞാനപ്ലവേനൈവ വൃജിനം സന്തരിഷ്യസി. എന്താ സംഭവിക്കുന്നത്? ത്വം നീ സർവപാപേഭ്യ സർവ പാപങ്ങളിലും വെച്ച് പാപകൃത്തമാപി ചേതസി ഏറ്റവും പാപം ചെയ്ത ആളാണെങ്കിൽ പോലും, ഇത് അർജുനനെ പ്രതീകമായി പറയുന്ന അല്ല, അർജുനൻ പാപം ചെയ്തു എന്നുള്ള അർത്ഥത്തിലല്ല. ഒരു വ്യക്തി സർവപാപം എല്ലാ പാപം ചെയ്തവനാണ് എങ്കിൽ പോലും സർവം വൃജിനം എല്ലാ ദുഃഖസാഗരത്തെയും ജ്ഞാനപ്ലവേന ഏവ ജ്ഞാനമായ തോണിയിൽ തന്നെ സന്തരിഷ്യസി. ഏത് മോശമായ പ്രവൃത്തി ചെയ്ത് ദുഷ്ടമായ പ്രവൃത്തി ചെയ്തതാണ് നിന്റെ കർമ്മമെങ്കിലും, കഴിഞ്ഞകാല കർമ്മമെങ്കിലും, ഈ ജ്ഞാനമാർഗത്തിലൂടെ ജ്ഞാനത്തിന്റെ തോണിയിലൂടെ നിനക്ക് സഞ്ചരിക്കാൻ കഴിയും. അത് മോക്ഷത്തിലേക്ക് എത്തും എന്നാണ് പറയുന്നത്. അന്വയം ത്വം സർവേഭി പാപേഭ്യ പാപവൃത്തമാപി ചേതസി സർവം വൃജിനം ജ്ഞാനപ്ലവേന ഏവ സന്തരിഷ്യസി. ജ്ഞാനപ്ലവേന ജ്ഞാനമാകുന്ന തോണിയിലൂടെ നമ്മൾ പറയാറുണ്ടല്ലോ, ഈ ഭവസാഗരം കടക്കാനുള്ള തോണി. നാരായണ ഗുരുവിന്റെ പ്രസിദ്ധമായ ഒരു പ്രാർത്ഥനയുണ്ട്. അത് സന്ദർഭത്തിനനുസരിച്ച് പറയാം. നമ്മുടെ ഭവസാഗരം കടക്കുന്ന ഈ ആത്മീയ യാത്രയിലെ സരണി ജ്ഞാനമായ സരണിയാണ്. ആ ജ്ഞാനമായ സരണിയിൽ സഞ്ചരിക്കാൻ വേണ്ടി പ്രാപ്തനായ ആളുകൾ കഴിഞ്ഞ കാലങ്ങളിൽ എന്ത് തന്നെ ദോഷം ചെയ്ത ആളായാലും പാപകൃത്യം ചെയ്ത ആളായാൽ പോലും അദ്ദേഹത്തിന് ജ്ഞാനിയായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ ഭവസാഗരം തരണം ചെയ്യാൻ കഴിയും. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമല്ലേ വാൽമീകി മഹർഷി. രത്നാകരനായ വാത്മീകി മഹർഷി, കൊള്ളക്കാരനായ വാത്മീകി മഹർഷി, അദ്ദേഹം സപ്തഋഷികളുടെ ദർശനം കിട്ടിയപ്പോൾ ജ്ഞാനോദയം ഉണ്ടാവുകയും അദ്ദേഹത്തിന് ഭൂതകാലത്തിൽ നിന്നും തീർത്തും വ്യതിരിക്തമായി ജ്ഞാനിയായി ലോകത്തിലെ ഏറ്റവും വലിയ വിജ്ഞാനിയും യോഗിയും ജ്ഞാനിയുമായി മാറിയ കഥ നമുക്കറിയാം. ഈ മുമ്പ് പറയപ്പെട്ട ജ്ഞാനത്തെ പ്രാപിച്ചുവെങ്കിൽ നീ സകല പാപങ്ങളിൽ വെച്ച് ഘോരമായ പാപങ്ങൾ ചെയ്തവനാണ് എങ്കിൽ പോലും സർവപാപമായ സമുദ്രത്തെ നീ അനായാസമായി തരണം ചെയ്യും ജ്ഞാനം ലഭിച്ചാൽ. എങ്ങനെയാണ് ജ്ഞാനം പാപത്തെ നശിപ്പിക്കുന്നത്? ഈ പാപം ചെയ്ത ആളെ നേരത്തെ പറഞ്ഞല്ലോ, ഉദാഹരണമായി പറഞ്ഞല്ലോ, ഈ കൊടും ഭീകരത ചെയ്ത ആളാണെങ്കിൽ പോലും, കൊടും പാപം ചെയ്ത ആളാണെങ്കിൽ പോലും നിനക്ക് ജ്ഞാനമായ തോണിയിലൂടെ നിനക്ക് അനായാസം നിന്റെ ജീവിത സാഗരത്തെ കടക്കാൻ കഴിയുമെന്ന് പറഞ്ഞുവല്ലോ. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അടുത്ത ശ്ലോകത്തിലൂടെ അത് പറയാം. ഇപ്പോൾ ഇവിടെ നിർത്തുന്നു. നന്ദി.